കറക്റ്റാണ്. സൂപ്പർ സ്റ്റാർ പറഞ്ഞത് വളരെ കറക്റ്റാ. എന്റെ സിറ്റുവേഷൻ ഏറ്റ സോങ് ഇതന്നെയാ. ഈ സമയത്ത് കയ്യിൽ ബീർ ബോട്ടിലും വെച്ച് ഞാൻ ഇവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ലവ്, ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ പാക്കപ്പ്. ഇതൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ആരുമില്ലേ? പക്ഷെ എനിക്കുണ്ട്. എൻ്റെ അച്ഛൻ. യെസ്, യു ഹേർഡ് മീ റൈറ്റ്. മൈ ഡാഡ്. അച്ഛനല്ല ചെറുപ്പം തൊട്ട് നമ്മുടെ കൈ പിടിച്ച് നടത്തിപ്പിക്കാറുള്ളത്. കുറച്ച് വളർന്ന ഉടനെ വഴി കാണിച്ച് ചെലവിനുള്ള പണം തന്ന് ചോദിക്കാതെ തന്നെ മോറൽ സപ്പോർട്ട് തരുന്നതാണ് എൻ്റെ അച്ഛൻ. എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിച്ചോ? ആ, എന്റെ അച്ഛൻ ഒരു വേസ്റ്റാ, ഒന്നിനും കൊള്ളാത്ത. അദ്ദേഹത്തെ കുറിച്ച് തെളിച്ച് പറയണമെങ്കിൽ അദ്ദേഹം ഒരു ബീപ്പാണ്. അദ്ദേഹം ഒരു ബീപ്പ് 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 അതിനു മുകളിൽ. ആക്ച്വലി ഇത് കുടിക്കാനുള്ള ഒരേ ഒരു കാരണം എന്റെ അച്ഛൻ തന്നെയാ. മനസ്സിലായില്ലല്ലേ? വാ, FB കാണിച്ചു തരാം. FB എന്ന് വെച്ചാ ഫേസ്ബുക്ക് അല്ല, ഫ്ലാഷ് ബാക്ക്. നിങ്ങൾ വാ, ഞാൻ എന്താന്ന് കാണിച്ചു തരാം. എല്ലാരും വാ. ആക്ച്വലി അന്ന് ദീപാവലിയാ. ഞാനൊരു അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് എന്റെ ഗേൾഫ്രണ്ട് മധു. നിനക്കിത് വേണോ? നോ, മൈ ഡാഡ് വിൽ ബ്രിങ്. അച്ഛാ എപ്പോഴാ വരാ? ഹാപ്പി ദീപാവലി, ഹാപ്പി ദീപാവലി. അച്ഛാ പടക്കം. ഹാപ്പി ദീപാവലി ധമാക്ക. ഇതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ എന്താച്ചാ? ഓഫീസിലെ പെൻഡിങ് ഫയൽസ് ആടാ മോനെ. അത് കണ്ടോ അവരൊക്കെ എന്തൊക്കെയാ പൊട്ടിക്കുന്നേന്ന്? ഐ വോണ്ട് റോക്കറ്റ് ഗൺ ലക്ഷ്മിയുടെ അച്ഛാ. പടക്കമൊക്കെ പൊട്ടിക്കുമ്പോ കൈ പൊള്ളൂലേ മോനെ? അല്ലെങ്കിൽ എന്റെ പോക്കറ്റ് പൊള്ളിയിരിക്കുക. അതുകൊണ്ട് തരുന്നത് വാങ്ങിക്കൂ, എൻജോയ് ചെയ്യൂ. അച്ഛന്റെ കയ്യിൽ കാശില്ലെന്ന് മനസ്സിലാക്കൂ. അതെ മധു, ഇവന്റെ കൂടെ ഷെയർ ചെയ്തോണേ. ആ ഓക്കേ അങ്കിൾ, ഓക്കേ. പിന്നെ എൻജോയ് ചെയ്യണം അത്രേ. എന്താടാ ഇത്തവണയെങ്കിലും നീ സ്കൂൾ ട്രിപ്പിന് വരുമല്ലയോ? എന്റെ അച്ഛൻ ബീച്ചിലേക്ക് പോലും വിടില്ല, എന്നിട്ടാണോടാ ഡാമിലേക്ക്. ഏ മധു, നീ എക്സ്കർഷൻ വരുന്നുണ്ടോ ഇല്ലയോ? ഷുവർ ആയിട്ടും വരും. ഡാ, എന്നാ ഞാനും വരുന്നുണ്ട്. ചിങ്ങമാസം വന്നു ചേർന്ന. അച്ഛാ എന്നാ ദോശ. അവിടെ വെക്കേ. അച്ഛാ പറമുത്തേ. അച്ഛാ എനിക്ക് ഡാം കാണാൻ പോണമെന്നുണ്ട്. ഡാം ആക്കണ്ടടാ, ഡെറാഡൂണിലേക്ക് പോയിക്കോ. അച്ഛാ എക്സ്കർഷൻ പോണം. എത്രയാ? 1000. 500. 500ഓ? പോവാൻ ഓക്കെ, തിരിച്ചു വരാൻ കാശ് വേണ്ടേ? നീയല്ലടാ മോനെ പോണോന്ന് പറഞ്ഞത്. അപ്പൊ തിരിച്ചു വരണ്ടേ? അച്ഛാ പ്ലീസ് തരൂ അച്ഛാ. എന്റെ അടുത്തില്ലടാ. അമ്മേ, അമ്മേ അച്ഛനോടൊന്ന് പറയ്. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കുന്നേ. മാജിക് ചെയ്തു വരുത്തട്ടെ. എന്റെ അടുത്ത് ഇല്ലടി. പിന്നെ ഇതെന്തിനാ? ജീവിക്കാൻ. അയ്യോ അമ്മേ, എനിക്ക് പോണം അമ്മേ. കുട്ടികളെ, ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. ഐ ലവ് മൈ ഫാദർ. എന്റെ റോൾ മോഡൽ, എന്റെ ഇൻസ്പിറേഷൻ എല്ലാം എന്റെ അച്ഛനാണ്. നിങ്ങളുടെയൊക്കെ റോൾ മോഡൽ ആരാണ്? പറയൂ. സർ, ഞാൻ പറയാം. ആ പറയൂ മധു. നോ ഡൗട്ട് എന്റെ ഡാഡിയാ സർ. എനിക്ക് ടൂർ പോവാൻ വളരെ ഇഷ്ടമാണ് സർ. ലാസ്റ്റ് ടൈം എന്റെ ഡാഡി കാശ്മീരിലേക്ക് കൊണ്ടുപോയി. ഇത്തവണ കന്യാകുമാരിയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം കാർഗിലേക്കാണോ പോന്നെ? ആ ചിരിച്ചത് മതി. അടുത്ത നീ പറയടാ. എന്റെ അച്ഛനാ സാറേ, ഞാനൊന്ന് വിഷമിച്ചാ മതി, എന്റെ ഹോംവർക്ക് എല്ലാം എഴുതി തരും. അമ്മയൊന്ന് ദേഷ്യപ്പെട്ട ഹോമിലെ വർക്കെല്ലാം ചെയ്യും. ആ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അച്ഛനോടുള്ള സ്നേഹമാണ്. സ്നേഹം വേറെ, റോൾ മോഡൽ വേറെ. നീ പറയൂ. പ്ലേസ് മാറിയ ഫേറ്റ് മാറുന്നു വിചാരിച്ചു എന്റെ അമ്മ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാത്മജേ തേജസ്വിനാവ. പക്ഷെ എന്റെ അച്ഛൻ എന്റെ അമ്മയ്ക്ക് ആ ചാൻസ് കൊടുത്തില്ല. 4 അടിച്ച് 6 അടിക്കണം മോനെ. നല്ല ചൂട് ദോശ. അതോടെ വെച്ചോ, തണിഞ്ഞു പോവൂലേ? നല്ല ചൂടോടെ കഴിക്കണ്ടേ? എത്രയാ വേണ്ട? ജസ്റ്റ് 10,000 മതി. 10,000? അവിടെ നോക്കേ. എന്താ ഇത്, ലോണ്ടറി കണക്കോ? അച്ഛൻ നിന്ന് ബെറ്റിംഗിന്റെ കണക്കാ. 1,25,000. എന്റെ ദൈവമേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി എനിക്ക് തരാൻ പറ്റില്ല അച്ഛാ. ജസ്റ്റ് ഒറ്റ ബെറ്റ്, ഒരേ ഒരു ബെറ്റ്. ഡബിൾ ആയിട്ട് തരും, ഡബിൾ ആയിട്ട് തന്നെ തരും. അച്ഛൻ ബെറ്റില് കാശും വെച്ച് തോറ്റോണ്ടിരിക്കുക. ഞാൻ ആ കാശ് വെച്ച് 2 ബെഡ്റൂം ഫ്ലാറ്റ് വാങ്ങിക്കാന്ന് വിചാരിക്കുന്നു. ആ എടാ, നീ എന്റെ മകനാടാ. അതിപ്പോഴാണ് വാങ്ങിക്കും, വാങ്ങിക്കൂടാ. നീ ഇതുവരെ നീ 5,000 ആണ് തന്നോണ്ടിരുന്നത്. അതിന്റെ കൂടെ ഒരു 5,000 കൂടെ കൂട്ടി 10,000 ആയിട്ട് ഇങ്ങ് തന്നേര്. എന്റെ പിതാവേ,
ചെയ്യുന്നതിന്റെ മണ്ടത്തരം. ഇതിൽ എക്സ്ട്രാ ഇൻക്രിമെന്റ് വേറെ വേണം. അമ്മ എടാ, അമ്മ ഇത് എവിടെ പോയിരിക്കുക? please, please, മാഷ്, അമ്മ വേണ്ട മോനെ, വേണ്ട വേണ്ട. അമ്മയുടെ ഭർത്താവിന് 10,000 വേണത്ര. കണ്ടില്ലേ തരാൻ പറയുന്നു. തന്നില്ലെങ്കിൽ അവൾ അടിക്കും അത്രേ. അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? അത് മിണ്ടാതിരിക്കല്ലടാ, ഞാൻ ബെറ്റിങ്ങിൽ ജയിക്കാൻ മൗനവ്രതം ഇരിക്കുക. എന്തിനമ്മ ഈ മൗനവ്രതമൊക്കെ? 25,000 കാശ് എടുത്ത് തരാം. ഈ മാജിക് മന്ത്രമൊക്കെ പഠിച്ചിട്ട് അത് ഇങ്ങനെ മേത്തൊന്ന് യൂസ് ചെയ്യും. അങ്ങനെയെങ്കിലും ഇങ്ങനെ മാറട്ടെ. 25,000 എടാ, IPL തുടങ്ങാൻ പോടാ. എനിക്ക് തന്നാ ഞാൻ കളിച്ചെങ്കിലും ജയിക്കൂടാ. ഞങ്ങളുടെ ജീവിതത്തിൽ കളിച്ചത് മതി. ബായ് മാ. മോനെ മോനെ നിക്കടാ. 10,000 ഇല്ലെങ്കിൽ ക്ലബിൽ കയറ്റത്ത് പോലും ഇല്ലടാ. നല്ല കാര്യം പോയി പോകണ്ട, വിട്ടേക്ക്. മോനെ ഇന്ന് ഫാദേഴ്സ് ഡേ ആടാ. ആ ഇതൊക്കെ നല്ലോണം അറിഞ്ഞു വെച്ചോ. എടാ 10,000 ചോദിച്ചാ 5,000 ആണോടാ തരിക? ഞാൻ എക്സ്കർഷന് വെച്ചപ്പോ എനിക്ക് പാതിപ്പണല്ലേ തന്നത്. അതൊന്നും നീ മറന്നില്ലേ? ഇതൊക്കെ മറക്കാൻ പറ്റുന്ന കാര്യമാണ് അച്ഛാ. ഹാപ്പി ഫാദേഴ്സ് ഡേ. ഹായ് ശില്പ, പറയൂ. എന്റെ സിസ്റ്റമില് സോഫ്റ്റ്വെയർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണോടാ. ഇൻസ്റ്റാൾ ചെയ്തില്ലേ? ഞാൻ ശ്രീറാമിനോട് പറഞ്ഞിരുന്നല്ലോ. ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ. ആ നോക്ക്. ബൈ. ശില്പയ്ക്ക് ഒറാക്കിൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞില്ലേ? നീ എന്താ ചെയ്തു? ഓ അതാണോ? ഒറാക്കിൾ ഏത് വേർഷനിലാണെന്ന് ചോദിച്ചു. 10.2.5 എന്ന് പറഞ്ഞു. 10.2.7 വന്നത് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്ഡേറ്റിൽ ഇരിക്കണ്ടേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തെറ്റൊന്നുമില്ലടാ. എന്നാ എന്റെ ലഞ്ച് ചേർത്ത് കഴിച്ചോ. അവന്റെ ഒരു ഒടുക്കത്തെ അപ്ഡേറ്റും. ചീനു, എന്താടി മുത്തേ? എന്റെ ലാപ്ടോപ്പില് വിൻഡോ വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരൂ പ്ലീസ്. ഗൂഗിളില് ഹൗ ടു ഇൻസ്റ്റാൾ വിൻഡോസ് അടിച്ചു നോക്ക്. പിന്നെ നിന്റെ ഡ്രൈവില് ഈ CD അങ്ങ് വെക്ക്. ബാക്കിയുള്ള ജോലിയൊക്കെ അത് ചെയ്തോളും. സിസ്റ്റം തന്നെ റെഡി ആയിക്കോളും. ആരാടാ തനിക്കൊക്കെ സിസ്റ്റം അഡ്മിൻ ആയിട്ട് ജോലി തന്നത്? എന്റെ ബോസാ AV റാം. ഹലോ സാറേ, ഇപ്പോഴും ഒരാൾ ചോദിച്ചു ആരാടാ നിന്നെ ജോലിക്ക് ചേർത്തത്. ഞാൻ നിങ്ങളുടെ പേരാ പറഞ്ഞേ. ഓക്കെ സാർ. ഇവൻ എന്താണാവോ പ്രശ്നം? ജസ്റ്റ് എ സെക്കൻഡ്. മേ ഐ കം ഇൻ? നെറ്റ് കണക്ട് ആവുന്നില്ല, ഒന്ന് നോക്കേ. ഇത് വലിയ കാര്യമാണോ? ഗൂഗിൾ സെർച്ച് ചെയ്യൂ സാറേ. നെറ്റാടാ. ഓ നെറ്റ് കണക്ട് ആവുന്നില്ലേ? ഒരു 2 മിനിറ്റ് സാറേ. ഹലോ, എവിടെ വയറ് കാണുന്നില്ലല്ലോ. ഇതിന് വയറില്ല. ഗൂഗിൾ ഉണ്ടായിരുന്നു, സെർച്ച് ചെയ്ത് നോക്കായിരുന്നു. പക്ഷെ അവിടെ നെറ്റ് ഇല്ലല്ലോ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. പറയടാ. എടാ മച്ചു, അർജന്റാടാ. ലെഫ്റ്റിൽ റെസ്റ്റ് റൂം ഉണ്ട്, പോ. അതല്ലടാ, ബോസിന്റെ സിസ്റ്റത്തില് നെറ്റ് കണക്ട് ആവുന്നില്ല. എന്നോട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് വന്ന് കണക്ട് ചെയ്യടാ. ആ കുടുങ്ങിയില്ലേ? പെട്ടോ മോനെ, ഞാൻ വരുന്നില്ല. അങ്ങനെ പറയലടാ മച്ചു, വേഗം വാടാ. 1 സെക്കൻഡ് സാർ. എടാ നെറ്റ് കണക്ട് ആയോ? സാറേ വെറും ഒരു 2 മിനിറ്റ്സ്. 20 മിനിറ്റ്സ് ആയിട്ട് ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ നോക്കുന്നുണ്ടോ ഇല്ലയോ? സർ ഓക്കെ ആയിക്കോളൂ സർ. 2 മിനിറ്റ്സ്. എനിക്കറിയാടാ നീ വരുമെന്ന്. എനിക്ക് അറിയാറുന്നടാ, ഞാൻ വന്നില്ലെങ്കിൽ നീ ചത്തു പോകുന്നു. വേഗം ചെയ്യേ. സർ കണക്ട് ആയി. പക്ഷെ അവന് കണക്ട് ആയില്ല. ഓ എല്ലാരും പഠിച്ചിട്ടാണ് ജോലിക്ക് വരുന്നത്. ഓ. ഇവനിവിടെ വന്നിട്ടാ ജോലി പഠിക്കുന്നത് തന്നെ. അവന് നല്ല ട്രെയിനിങ് കൊടുക്ക്. ആ ശരി ഷുവർ സാർ. സർ. എന്നോടാടാ മിണ്ടാതിരിക്കുന്നേ. ആ ശരി. ഭാഗ്യമുണ്ടാടാ, നീ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിലേ ഞാൻ നാട്ടിൽ പോയി സിം കാർഡ് വിൽക്കേണ്ടി വന്നേനെ. എടാ ഗൂഗിൾ കണ്ടെങ്കിൽ പഠിക്കാലോ. നീ ഉള്ളപ്പോ ഗൂഗിൾ എന്തിനാടാ? ശരിടാ, അച്ഛന്റെ ചാർജിങ് എന്റെ അവർക്ക് ചാർജിങ് ഇല്ലേ? ഓ മൊബൈലിനോ? ഓ ശരി, നീ പോയി കൊണ്ടുപോവാ. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയിലുണ്ടാവട്ടാ. എന്റെ റെക്കമെൻഡേഷൻ കാരണം നീ ജോലിയിലെടുത്ത് അത് മറക്കാതിരിക്കേ. എന്റെ മച്ചുവിന് എന്നെ ഭയങ്കര ഇഷ്ടാ. നെറ്റ് പോലും കണക്ട് ചെയ്യാൻ അറിയില്ല. ഇവന്റെ അടുത്താ ഞാൻ ജോലി ചെയ്യുന്നേ. നൈസ് ഷൂ സാർ. ആ ഇത് നിങ്ങളുടെ ക്യാബിനാണല്ലേ?